ഇതെന്താ സാധനം? ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മളെ സ്പെഷ്യൽ പരിപാടി നമ്മൾ വെറൈറ്റി ഇതൊക്കെ പൂട്ടി വെച്ചോടെ ചെങ്ങായി. അത് വളരെ രഹസ്യമായി വെച്ച സാധനമാണല്ലോ. ഇന്ന് നമ്മൾ വണ്ടി പഞ്ചർ അടക്കണം നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ അതിന്റെ അധികമൊക്കെ കിറ്റൊക്കെ ഉണ്ട്. നമ്മളിന്ന് പഞ്ചർ അടക്കാൻ വേണ്ടി കർണാടകയിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി പഞ്ചർ അടക്കൽ വ്ളോഗാണ്. പഞ്ചർ അടക്കൽ വ്ളോഗാണ്. കൊച്ചു കുട്ടികൾ ഇത് കണ്ട് അനുകരിക്കരുത്. അനുകരിച്ചോളി. ഇങ്ങനെ സൈക്കിളൊക്കെ പഞ്ചറിയിലൊക്കെ ഈ സൈക്കിളൊക്കെ തമ്മിൽ മാറ്റുണ്ട്. എന്നാലും നമ്മള് പഞ്ചർ അടക്കും. നമ്മളെ വണ്ടി അത് ശാസ്ത്രീയമായി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പഞ്ചർ ആക്കിയിരിക്കുന്നു. അജ്മൽ പറഞ്ഞു കൊടുക്കൂ. സാഹസികമായും അപ്രതീക്ഷിതമായി പഞ്ചറായതാണ്. കിടിലം പണി കിട്ടി. അപ്പൊ ഇതൊരു വ്ളോഗ് ആക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പോ ഏതെങ്കിലും പുതിയൊരു പഞ്ചർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഞ്ചർ അടിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. പഞ്ചർ അടിച്ചിട്ട് എന്തോ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് കഴിവുണ്ടോ നോക്കട്ടെ. അല്ല, ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായതാണ്. ഫസ്റ്റ് ക്ലാസ്സോ? ക്ലാസിന്റെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കഴിവുണ്ട് അറിഞ്ഞോളി. പഞ്ചർ അടിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ വണ്ടിന്റെ ഗീറ വരെ നമുക്ക് മാറ്റാൻ അറിയില്ല. പിന്നെ ലാഗായി കാണാൻ മാറ്റിന് ആ കാറ്റത്ത് നിക്കുന്നോന്നാണ് എനിക്ക് പേടി. അവിടെ നിന്ന് സ്ലോ ആകുമ്പോ തന്നെ നിൽക്കും. ഇതെല്ലാം ഓട്ടോട് ബാക്കിൽ പോകുമ്പോ ഞാൻ ചാടി ഇറങ്ങും. അവിടെ വെച്ചാണ് ഇവിടെ നിന്നാണ് പൊട്ടി. സ്ലോ ആക്കി ദാ കെടുക്കണ മോനെ. സ്ലോ ആക്കി അപ്പുറത്ത് ഇതൊക്കെ എടുക്കണ മോനെ. പടക്കുതിര വണ്ടി പടക്കുതിര പണിത് നമ്മൾ പഞ്ചർ അടക്ക. ഇതിന്ന് ഇറങ്ങാനും റിസ്ക് ആണ്. പടക്കുതിര ഇതൊക്കെ എടുക്കണേ. ടയറും പഞ്ചറായി. കയറ്റി പണിയൂ. നമ്മളിവിടെ നിർത്തി ഉണ്ടാക്കും. വിനയിന് വണ്ടി ഒന്ന് സൈഡ് കെട്ടാളാ. വണ്ടി തട്ടിയ പണി കിട്ടും. കർണാടക വണ്ടി. പിന്നെ രാവിലെ മൊത്തം കർണാടകക്കാർ മിറ്റത്ത്. ആദ്യം നമ്മള് വണ്ടി സേഫ് ആയ ഒരു സ്ഥലത്ത് വെക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. റോഡ് സൈഡിലൊക്കെ എടുക്കണേ. ഇതിലെ റോഡ് സൈഡില് അതേതാ വണ്ടി? അതോ എടിച്ചു വിടുകടാ. ും യഹറ്റം സാറഫോടെ റസൂലും പാരീ മെക്കാനിക്കാണ് നോക്കല്ലേ. അപ്പൊ കാച്ചമ്പോ വെക്കണ്ടേ. ആദ്യം ടൂൾസ് എടുക്കാം. ആദ്യം ടൂൾസ് നമ്മൾ ഇതിന് വേണ്ട ടൂൾസ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ കൊടുന്നു? നമ്മൾ ഒരു പഞ്ചർ കിറ്റ് തന്നെ ഉണ്ട്. നമ്മൾ ചെറിയ ആൾക്കാരല്ല, വലിയ പുള്ളിയാ. ഇതിന്റെ ആവശ്യം ഇത് നമ്മൾ ആണി ഊരാനാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഇത് പഞ്ചർ എടുക്കുന്ന സാധനം. ഇതെടുക്ക. അത് പിടിക്കൂ. ഇതൊന്നും എടുക്ക. കത്തി എടുക്ക. ഈ സുനാപ്പ് എടുക്ക. പഞ്ചർ കിറ്റിന് എത്ര റേറ്റ്? എത്ര? ഇതിന് എത്ര 200 300 എന്തോ ഫ്ലിപ്കാർട്ടിൽ എടുത്താണ്. ചെറിയ വില ഉള്ളൂ. വാങ്ങി വെച്ചോളി. ഇതിപ്പോ എത്ര വണ്ടി പഞ്ചർ എടുക്കാം? ഇത് 1 2 3 4 5 10 വണ്ടി പഞ്ചർ എടുക്കാം. ഫ്രീ അല്ല, ഒരു വണ്ടി 4 പൊട്ടൊക്കെ ഉണ്ടെങ്കിലും 4 അടക്കണോ? അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. അങ്ങനത്തെ ചോദ്യം സ്പെഷ്യൽ സാലഡ്. സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങള്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. ആദ്യം എവിടെ പഞ്ചർ കണ്ടെത്തണം. അജ്മൽ, നീ ഫ്ലാഷ് അങ്ങോട്ട് അടിക്കൂ. ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഒരിട്ട് അടിച്ചീന് പഞ്ചർ. നോക്കട്ടെട്ടാ. ഏതൊരു സൈഡാണ്? ഞാൻ ഇന്തൊരു ഫോണും കൂടി നോക്കാം, അല്ലെങ്കിൽ പണിയാകും. വെളിച്ചം വേണം. നല്ലത്. ഇതാണ് കിട്ടി. പഞ്ചർ കിട്ടി. ഇതാണ് പഞ്ചർ. ഇത് കണ്ടാ ഈ ഉള്ളില് വരുന്നത്. ഇത് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് പിടിച്ചിട്ട് ഇത് ഉള്ളിൽ കയറ്റണം. ഞാൻ പറഞ്ഞുതരാം. വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതൊന്നും ഒരു വ്ളോഗർ പോലും ചാൻസ് തരില്ല. എക്സ്ക്ലൂസീവ് ഷോട്ടോ. അതിങ്ങനത്തെ ഡിഫിക്കൽട്ട് ആയ സ്ഥലത്തുനിന്ന്
എക്സ്ക്ലൂസീവ് എടുത്ത് എക്സ്ക്ലൂസീവ് ഷോട്ട് എടുത്തില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാറ് നിങ്ങള്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് പഞ്ചർ എടുക്കല്ലേ, ഇതാണ് പഞ്ചർ ഇതിന്ന് ഒന്ന് എടുക്കുക, നോക്കി പഠിച്ചോളി. ഇനി ഇതാരും പറഞ്ഞില്ല, ഇത് കണ്ടിട്ട് നാളെ കുട്ടികളൊക്കെ പോയി പഞ്ചർ ഇല്ലാത്ത പഞ്ചർ ആക്കി പഠിച്ചോനെ. ചെങ്ങായി ഇത് കിട്ടാൻ തന്നെ 2 ദിവസം പിടിക്കും. അത് പ്രത്യേകം ഞങ്ങൾ പറയുന്നു. നാളെ പെരീത്തെ കാറ് ബസ്സൊക്കെ പഞ്ചറായാലേ ഷാഹിദിന്റെ വ്ലോഗ് കണ്ടിട്ട് വാപ്പാനെങ്ങനെ 2 കിട്ടുമ്പോ പഠിച്ചോളൂ. വ്ലോഗ് കണ്ടിട്ട് പഞ്ചർ അടിച്ച് പഠിച്ചൊന്നും പറയരുത് കേട്ടാ, കാണിച്ചരെല്ലാരും. ഇനി ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി പറയാനൊന്നുമില്ല. ഇതെടുക്കുക, ഇതെടുക്കുക, ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലൂടെ ഇടുക, എന്നിട്ട് ആ സാധനം മാറ്റിട്ട് നേരെ തിരിക. അപ്പൊ ഉണങ്ങാനെങ്ങനെ? ഉണങ്ങാനാ ഒക്കെ ഐഡിയ ഉണ്ട്. ഈ സാധനം ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടാ. ഇത്രയും വലിയ ഓട്ടയിക്കണോ? ഹലോ, വണ്ടി പോണിട്ട് പേടിയാണ്. ഇങ്ങോട്ട് സെന്റർ ആക്കാജോ, സെന്ററോ? ഇങ്ങനെ സെന്റർ ആക്കി തിരിക്കണോ? ഇങ്ങോട്ട് തിരികണോ, സെന്റർ ആക്കുക. ഇങ്ങോട്ട് ഈ പശ എടുക്കുക. ഇതാണല്ലോ പശ. ഇതാണ് സുലൂസ്, മറ്റേ വണ്ടിയൊക്കെ പഞ്ചർ എടുക്കൂലേ. പഞ്ചർ കിറ്റില് പിന്നെ അതല്ല ഉണ്ടാവുക. ഇവൻ ഏതാടാ? ഇവൻക്ക് വെയ്യേ ആൾക്കാർ ഊക്കല്ലടാ, ഇവൻക്കൊരു ഊക്ക് കൊടുക്കണ്ടേ? ഒന്നാമത് മുത്ത് വണ്ടിയാണ്. ഇനി എന്ത് ചെയ്യാറിയോ, ഇന്റെ പശല്ലേ ഇവിടെ ഇങ്ങനെ പോടണം, വളരെ നൈസായിട്ട്. ഇതൊന്നും ഒരു യൂട്യൂബർമാരും ഇങ്ങ് പറഞ്ഞല്ല. നമ്മൾ യൂട്യൂബർ അയക്കണം ജോ, അതാ പേര് ഞാൻ ചിന്ന മുഖത്തേക്കൊന്നും തെറിപ്പിച്ചല്ല, ഞാൻ ഒട്ടിപ്പിടിക്കും. ഇതിങ്ങനെ ആക്കുക, ഇതിങ്ങനെ ആക്കുക, ഇങ്ങനെ. നീ ഇതേമാതിരി ഇവിടെ ആക്കുക, വളരെ നൈസായിട്ട് വേണം. കുറച്ച് തോനായിട്ട് ഇങ്ങനെ പിറ്റിയല്ല. ഇത് കൂടുതൽ വെച്ചാൽ ഒട്ടാൻ നേരം പോകും, പിന്നെ ആകെ ചോറാവും, ചൊറയും വലിയാവും. എത്ര മിനിറ്റ് എടുക്കും ഒട്ടണമെങ്കിൽ? അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് ഒട്ടണം. കേറ്റ് കേറ്റാ ബോർഡ്. അപ്പൊ ഇത് പൂട്ടണം, അല്ലെങ്കിൽ ഇത് കട്ടാവും. ഞങ്ങൾക്ക് ഐഡിയകളൊക്കെ പറഞ്ഞുതരും, വ്യക്തമായ ഐഡിയ. ഇനി എന്ത് ചെയ്യാ, ഈ ടയർ എന്തായാലും ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ കയറ്റാ. കണ്ട, ഇങ്ങനെ കയറ്റിട്ട് എന്ത് ചെയ്യും, മെല്ലെ പറിച്ചെടുക്കുക. ഇപ്പൊ സംഭവം സെറ്റ് ആണെന്നാണ് ഇന്റെ ഒരു നിഗമനം. അപ്പൊ ഇതെങ്ങനെ പോവുക? അത് പോവും, അത് നമ്മൾ ഇല്ലാത്ത ഐഡിയയിൽ പോവും. ഇപ്പൊ സംഭവം റെഡിയിക്കണ് എന്നാണ് തോന്നണത്. ഇനി നമ്മൾ കാറ്റടിച്ച് നോക്കണം. കഴിഞ്ഞു തെറ്റ്. ഇനി നമ്മൾ കാറ്റടിച്ചാണ് അജോ. ഇനി കാറ്റടിക്കണ ചടങ്ങ്. അത്ര ഭംഗിനോ? എന്തൊരു ഇതാണ് ഇതല്ലേ പറഞ്ഞ്. ഞാൻ വിചാരിച്ചു 1 മണിക്കൂറൊക്കെ സിനിമ കാണാനുള്ള ദൂരൊക്കെ ഉണ്ടാവുന്നേ. സിനിമ കാണാനുള്ള ദൂരം ഓടാ അതിനൊക്കെ ചായ ആരാ നിങ്ങൾ വിചാരിച്ച്? ഇത് അറിഞ്ഞ ആരാ ഇതൊക്കെ പൊലിവാ. വെറും ഒരു യൂട്യൂബർ അല്ല, മെക്കാനിക്കൽ ആൻഡ് സുനാപ്പി അൾട്രാ പ്രോ ഒന്നും പറയാല്ലേ. കാറ്റടിക്കണ്ട്, നീ മുക്കണ കാണാ. കേറുന്നുണ്ടോ നോക്കട്ടെ. ആ കേറുണ്ട്. ഇത് നമ്മുടെ വിജയം. ആ കാറ്റും പോകണ്ടോന്നില്ലേ? കുടിച്ചാ ചെക്ക് ചെയ്യട്ടെ. അത് അയിമന്നല്ലേ? ഇങ്ങോട്ട് അടിക്കോ. ആ കാറ്റ് പോണേ. ഹലോ, വേറെ കൂടെ പോണ്ട് കാണിച്ചാ. നല്ല കാറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഉടനെ കണ്ടെടുത്താ തിരിച്ചുവിട്. മറന്നോ അയിമന്നെ ഇങ്ങോട്ട് അടിക്കോ. കാറ്റ് പോണേ ഊഞ്ചി. എവിടുന്ന് നോക്കട്ടെ, അധികം എക്സ്ക്ലൂസീവ് ഷോട്ടുകളാണ് ഫുള്ള്. ബബിള് വരുന്നുണ്ടാ? ആ അവിടെ തന്നെ. അപ്പൊ ഇനി പഞ്ചറുണ്ടോ? അപ്പൊ ഒന്നും പാടി തിരികെ കൊടുക്കേണ്ടി വരും. ഒന്നും കൂടി തിരികേണ്ടി വരും മിക്കവാറും. ഇവിടെയാണല്ലേ അടുത്ത പഞ്ചറ്? യെസ്, അവിടെ തന്നെ. ഓഹോ, കാറ്റ് കേറുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നും കൂടി എടുക്കും. അപ്പൊ ഒന്നും പാടി തിരിക്കും. അപ്പൊ എക്സ്ക്ലൂസീവ് കണ്ടെന്നേ 2 മണിക്കൂർ സിനിമ കാണാറുണ്ട്. 2 മണിക്കൂറൊന്നുമില്ല, ഞങ്ങള് സ്പീഡാക്കും. പിന്നെ നേരത്തെ കാണിച്ചൊരാളായതുകൊണ്ട് ലാഗായത്. പശരട്ടെ. ഓക്കെ, ഇനി അജോ പെട്ടെന്ന് കാണിച്ചട്ടെ.
മെസ്സേജ് ഇടുക. സെയിം മെത്തേഡ് സെയിം പ്രോസസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് ഇത്ര നേരം കണ്ടത്. എന്നാ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്കും അടിച്ചോളി. ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒരു ചാനലൊന്നും കാണിച്ചിട്ടില്ല. കട്ടാവൂലേ അത് കൂട്ടിയൊക്കെ ചെക്കന് ഐഡിയ ഉണ്ട്. ആ ഊരികാണ്ട് ഒന്നും കൂടി കേറ്റണ വേണ്ട. അപ്പുറത്താണ് വേറെ ഓട്ടണ്ട്. വേണ്ട അപ്പുറത്താണ്. ഇതാണ് അല്ലേ? അതിനാണ് ട്ടാ ഇവിടെ അല്ലേ? പന്നി ടയറിന് എത്ര ഓട്ടയടാ. നോക്കല്ലോ എന്നൊക്കെ പാടെ ഞാൻ കാണിച്ചുതരാ. ഒച്ചപ്പാടുണ്ടാക്കല്ല. അപ്പുറത്ത് പെരക്കാരുണ്ട്. നമ്മളെ നാടല്ല, നമ്മളെ നാടല്ലത്. നീ കാറ്റടി. കാറ്റടിക്കട്ടെ. ഇനി കാറ്റ് പോകണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അല്ല, ഓട്ടോമൊബൈൽ ഞാൻ വേറെ എന്തെങ്കിലും പറയും. ഒരു അസുലഭ നിമിഷത്തിൽ ഓട്ടോമൊബൈല് എന്താണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണോ അതോ ഞാൻ പറയണില്ല. അജ്മൽ ഇങ്ങോട്ടൊന്ന് വലിച്ചടിച്ചാ എക്സ്ക്ലൂസീവ് കാണും ചെയ്യാ. എന്താ എന്റെ ഫോണിലതാ അത് രണ്ട് കൈ ഇത്. ഓക്കെ പണി കാറ്റടിക്കണ്ട്. ഇപ്പൊ പോണില്ല. ഇനിയിപ്പൊ വരാത്ത ഐറ് റെഡിയായി. ഞാൻ നൂല് കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യണോ? കട്ട് ചെയ്തില്ലെങ്കിൽ ഇതേമാതിരി പോരും. ഇപ്പൊ പോന്നാരി എന്തൊരിതാണിത്. കാറ്റ് കേറി. അപ്പൊ സക്സസ് ആയി. ഇത് അടിച്ചു കൊടുക്കണം, ഞാൻ അടിച്ചു കൊടുക്കണം എന്തായാലും. വിജയിച്ചാ? എന്നാലും ഇതെങ്ങനെ? ഓ ഇവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ പറഞ്ഞ കേട്ടോ. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചോ? ബുക്ക് ചെയ്തേക്കണ. ഇവ മറ്റേ ഷെമീറിന്റെ മാതിരിയാണ്. CA സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോ ഉടായിപ്പടാ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഇന്റെ കാൽമക്കൊക്കെയാണ് അടിക്കണേ. കാൽമക്കൊക്കെ അടിക്കണ്. ഇവന് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഒന്നോ മതി. ഇനിയിപ്പൊ പോന്നാലോ? ഇനി പോരാൻ വഴിയില്ല. കട്ട് ചെയ്യണം. ഇവിടെ തൂങ്ങി കിടക്കണ സാധനല്ലേ ഇത്. നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂ? പിന്നെ പൊന്തി കിടക്കണ സാധനം അത് കട്ട് ചെയ്തില്ലെങ്കിൽ വീണ്ടും അതേ പോരും. ടയർ ഇട്ടേലട്ടാ. ഇതെന്ത് ക്ലാരിറ്റി കുറഞ്ഞാന്ന് മൊത്തം. അത് കട്ട് ചെയ്ത് എത്ര മതിയാ? എന്നാ പോവല്ലേ? നീ പോവാ. ആ വണ്ടി എടുക്കും, വിനയിന് വണ്ടി എടുക്കിച്ച് ഞാൻ അത് എടുക്കാം. നേരെ പമ്പ് കിട്ടോ? എയർ റെഡിയാക്കണം, അളവ് റെഡിയാക്കേണ്ടി വരും. ഇവിടെ ഉണ്ടോ? ഞാൻ ചെക്ക് ചെയ്തോ. ഇതൊക്കെ പാടെ വണ്ടിക്ക് എടുത്തോ? അതും കൂടി എടുത്തോ. എന്തായാലും നീ അതെല്ലാം പഞ്ചർ കിറ്റൊക്കെ സക്സസ് ആയി. ഞങ്ങൾ പഞ്ചർ അടിച്ചു. ഇങ്ങനെയാണ് പഞ്ചർ അടിക്കല്. ഇത് നിങ്ങൾക്ക് ഏതൊരു സുനാപ്പി യൂട്യൂബറും പറഞ്ഞില്ല. അതെ, ഇവിടെ എല്ലാം പോകും. നോക്കൂ, ഇനി വണ്ടിന്റെ എല്ലാ മെക്കാനിക്സും ഷാഹിദിനെ അറിയാം. ഷാഹിദ് പറഞ്ഞുതരും. കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ, റിപ്ലൈ പറഞ്ഞുതരും. എഞ്ചിൻ ഊരിയിട്ട് സൂപ്പറൊക്കെ ചോദിച്ചാൽ അല്ല എന്നാ കിറ്റ് എടുക്ക്. എല്ലാ സുനാപ്പിക്കും ഞാൻ കിറ്റ് എടുത്താണ്. വിനയിന് വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇതിക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതല്ലോ അതോയിക്കോട്ടെ. കഴിഞ്ഞോ? പഞ്ചർ കിറ്റ് ഇനി വണ്ടി നിന്നോട്ടെ, ആടെ നിന്നോട്ടെ. എപ്പഴാ പണിയേരാൻ. അതെ. അപ്പൊ ഈ കുപ്പിയും കളയണ്ടല്ലോ. കുപ്പി കളഞ്ഞോ? കുപ്പി എന്തിനാ? കുപ്പി വേണ്ടല്ലേ? അത് നമുക്ക് അവിടെ കടയിൽ നോക്കാൻ ഒപ്പിക്കാലോ. അപ്പൊ കുപ്പി വേണ്ട, സോറി. കുപ്പി ഇവിടെ നോട്ടെ. തെളിവ്. പ്രശസ്ത ഷാഹിദ് അജ്മല്. ഈ സ്ഥലം ലൊക്കേഷൻ കുറ്റിപ്പാലം നല്ലത്. കുറ്റിപ്പാലൊക്കെ എത്തണം. കുറ്റിപ്പാലം അവിടെയാണ്. ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഞങ്ങള് പമ്പാണ് ചേരാ. ഇത് ഏകദേശം ഇവിടെ ഇരുന്ന് ഇതാ ഇങ്ങനെയാണ് സ്ഥലം പേരാണ്. ഇത് ഇവിടെ എന്തോ സ്ഥലത്തിന് പേരറിയും. ഇതെന്താണിത്? പേരറിയില്ല. ഇവിടെ ഇട്ടിക്കണു. ഈ സാധനം ഇവിടെ കേട്ടോ, ഇവിടെ വെച്ചിട്ട്. ഇത് ആർക്കെ കിട്ടിട്ട് ഓല എനിക്ക് ഇൻസ്റ്റീതിന്റെ ഫോട്ടോ അയച്ചു ഓല ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വെച്ചിക്കണു. ഇത് ഞങ്ങളെ ലൊക്കേഷൻ പറഞ്ഞുതരാം. ആ പമ്പ് കാണിച്ചുതരാം. ലൊക്കേഷൻ ആരുടെയും ചോദിച്ചിട്ട് പറഞ്ഞില്ല. സാധനം ഇവിടെ ഉണ്ട്. ഞാൻ ഇൻസ്റ്റി ഫോളോ ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ട് തന്നാ മതി. നമ്മളൊക്കെ നോക്കാം. സാധനം ഇവിടെ വെച്ചിക്കണു. കാണിച്ച പാലപ്പടിയല്ല. എല്ലാം പോവാ.
അതെടുത്തോ, വണ്ടി എടുത്തോ. എന്നോ ക്യാമറ നീ പിടിച്ചോ. ഓക്കെ, നീ പെട്രോൾ ലൊക്കേഷൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ക്ലീൻ. ഇതുപോലെ ലൈറ്റ് ഓഫ് ആക്കും, ഇങ്ങോട്ട് കുത്തുണ്ട്. ഹെൽമെറ്റ് വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഹെൽമെറ്റ് പോയി ഈ കവർ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടരുത് കേട്ടാ. കുപ്പി നിങ്ങൾക്ക് തെളിവിന് വേണ്ടി വെച്ചാണ്. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. അതെന്റെ കുപ്പി. കണ്ടെടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഞാൻ ഫോളോ ചെയ്യൂ, ഉറപ്പാണ്. ഇതോടെ വെക്കുക. പെട്രോൾ പമ്പിൽ വേസ്റ്റ് ഇടാണ്ടാവും. ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ സുനാപ്പിയെ നേരെ പെട്രോൾ പമ്പൊക്കെ എടുത്ത വണ്ടി. അപ്പൊ പെട്രോൾ പമ്പിൽ എത്തിയിട്ടാണല്ലേ? ഓക്കെ, ലൊക്കേഷൻ വരുന്നത് പണിക്കർപടി കുറച്ച് മുന്നിൽ നമ്മൾ പഞ്ചർ അടിച്ചത്. ഇത് നേരെ പമ്പാണ്. നേരെ പമ്പിന്റെ തൊട്ട് കുറച്ച് മുന്നേ. കുറച്ച് മുമ്പ് നിങ്ങൾക്ക് അറിയാം. അതിലൊക്കെ കണ്ട ഞങ്ങൾ ഇവിടെ നാട്ടുകാർക്ക് അറിയില്ലേ? നാട്ടുകാർക്ക് കാറ്റടിക്കാന്ന് പറയാം. ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ അറിയില്ലല്ലോ. കൈമലൊക്കെ എന്തൊക്കെയായി? ഇവിടെ എഴുതിക്കണ കൊറേ വണ്ടികൾ തന്നെ ഉണ്ട്. ഇവിടെ സുനാപ്പി വണ്ടി ഇതിലുണ്ടാവില്ല. ഇതിന്റെ ടെക്നോളജി വണ്ടിയാണ്. എവിടെയും കിട്ടാത്ത റയർ സാധനം. മക്കളെ, നീ കാറ്റടിക്കാൻ നീ പ്രത്യേകം ആർക്കും പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവുമോ? വേണ്ട. അതല്ലോ, ഓട്ടോ തിരിക്കും. അവിടെ സ്റ്റാർട്ട് കൊടുക്കൂ. സ്റ്റാർട്ടൊക്കെ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആവുന്നുണ്ട്. ആയാ ഉണ്ടോ? 23 ആയില്ലേ? ആ 29 ആയില്ലേ? 29. 38 പോണം. 38 അടിച്ചിരുന്നേ. 32 34 35 39 ആയടാ. മൈനസ് ആയി 38. എന്തൊരിതാണിത്? എന്തൊരിതാ അത്? ഇങ്ങനെയുണ്ട് ഒരു ഇത്. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി അതൊക്കെ കഴിഞ്ഞു. ടയർ സെറ്റായി. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പോണ്ട അറിയില്ല കാറ്റടിച്ചപ്പെട്ട. ഇല്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. 2 അടിച്ചേക്കണേ. ആ സത്യം. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി ചൈതേ ഒപ്പം നിന്ന് തിന്നാൻ മെയിൻ കാട്ടും. തിന്നാ മെയിൻ തരാം, ലാസ്റ്റ് മെയിൻ തരാം. അതൊക്കെ അതിന്റെ ഉള്ളിൽ കുടിച്ചാ. പിന്നെ അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അവസാനിച്ചു. അപ്പൊ അടുത്ത പഞ്ചർ ആവണ ഉണ്ടെങ്കിൽ വരണ്ടേ? അടുത്ത് ഞാൻ നിന്റെ വണ്ടി ഒന്ന് പഞ്ചറാക്കണം. ഇത് അൺഎക്സ്പെക്ടഡ്ലി പഞ്ചർ ആയതാണ്. അപ്പൊ ഓക്കെ എന്നാ, കണ്ടുപിടിക്കലൊക്കെ നന്ദി. പരീക്ഷ കഴിഞ്ഞു, എക്സാം പേപ്പർ കിട്ടി. എല്ലാരും പോയി റിസൾട്ട് ഒക്കെ നോക്കുക, ചോദിക്കുക, പാസ്സാകുക. ഓക്കെ എന്നാ, ബൈ.